രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് SDP സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്ര എന്ന പ്രമേയത്തിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തുന്ന യാത്രയ്ക്ക് എറണാകുളത്ത് വൻ സ്വീകരണം. രാജ്യത്തിന്റെ വീണ്ടെടുപ്പിനുള്ള ജനമുന്നേറ്റ യാത്രയെ കേരളത്തിന്റെ വ്യവസായ തലസ്ഥാനം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി. ഫാസിസ്റ്റ് ഭരണകൂടത്തിനുള്ള കനത്ത താക്കീതാണ് ജാഥയിൽ ഒഴുകിയെത്തിയ ആയിരങ്ങൾ വിളിച്ചോതിയത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ, ജനറൽ സെക്രട്ടറി റോയി അറക്കൽ എന്നിവരാണ് ജനമുന്നേറ്റ യാത്രയുടെ വൈസ് ക്യാപ്റ്റന്മാർ. വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്ക് കളമശ്ശേരിയിൽ നിന്നും നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് ജാഥയെ സ്വീകരണ കേന്ദ്രമായ പെരുമ്പാവൂരിലേക്ക് വരവേറ്റത്. ജാഥ ക്യാപ്റ്റന്മാരെ തുറന്ന വാഹനത്തിൽ ആലുവ മാർക്കറ്റ് റോഡ് മുതൽ പാലക്കാട് താഴം വരെ വാഹന ജാഥയായാണ് എത്തിച്ചത്. അവിടെ നിന്ന് ബഹുജന റാലിയായി സ്വീകരണ സമ്മേളന വേദിയായ പെരുമ്പാവൂർ നഗരത്തിലേക്ക് ആനയിച്ചു. യാത്രയെ വരവേൽക്കാൻ റോഡിനിരുവശവും മണിക്കൂറുകളോളം വൻ ജനാവലിയാണ് കാത്തുനിന്നത്. പാലക്കാട് താഴത്തുനിന്ന് ആരംഭിച്ച ബഹുജന റാലിയിൽ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ആയിരങ്ങളാണ് അണിനിരന്നത്. യാത്ര എറണാകുളം ജില്ലയിൽ പര്യവസാനിക്കുമ്പോൾ രാജ്യത്തെ കൊടിയ ദാരിദ്ര്യത്തിലേക്കും പട്ടിണിയിലേക്കും തൊഴിലില്ലായ്മയിലേക്കും കടക്കണിയിലേക്കും തള്ളിയിട്ട ഫാസിസ്റ്റ് ദുർഭരണത്തിനും സംഘപരിവാർ തേർവാഴ്ചയ്ക്കും സാംസ്കാരിക ഫാസിസത്തിനുമെതിരായ മുന്നറിയിപ്പായി മാറി. 14-ാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ചതാണ്. സമകാലിക ഇന്ത്യൻ സാഹചര്യത്തിൽ ഭരണഘടന ഉൾപ്പെടെയുള്ളത് വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, രാജ്യം കാത്തുസൂക്ഷിച്ച സാമ്പ്രദായികവും നിയമപരവുമായ എല്ലാ മൂല്യങ്ങളെയും സംഘപരിവാർ ഭരണകൂടം ബലിയൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാജ്യത്തിൻ്റെ സർവ്വതും തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളെ രാഷ്ട്രീയമായി ബോധവൽക്കരിച്ച് വലിയ ഒരു ജനമുന്നേറ്റത്തിലൂടെ അഥവാ ജനാധിപത്യ മുന്നേറ്റത്തിലൂടെ രാജ്യത്തെ വീണ്ടെടുക്കുക എന്നതാണ് ഈ യാത്രയുടെ ലക്ഷ്യം. ജനങ്ങൾക്ക് രാഷ്ട്രീയ അവബോധം സൃഷ്ടിക്കലാണ് അടിസ്ഥാന താല്പര്യം. സമാപന സമ്മേളനത്തിന് ജില്ലാ പ്രസിഡന്റ് VK ഷൌക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. SDPI കർണാടക സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൾ മജീദ് മൈസൂർ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. തുടർന്ന് ജാഥ ക്യാപ്റ്റൻ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി, വൈസ് ക്യാപ്റ്റൻ റോയി അറക്കൽ, തുളസീധരൻ പള്ളിക്കൽ എന്നിവർ പ്രഭാഷണം നടത്തി. ഭരണഘടന സംരക്ഷിക്കുക, ജാതി സെൻസസ് നടപ്പിലാക്കുക, പൗരാവകാശ വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക, ഫെഡറലിസം കാത്തുസൂക്ഷിക്കുക, തൊഴിലില്ലായ്മ പരിഹരിക്കുക, കർഷക ദ്രോഹ നയങ്ങൾ തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. ഭരണഘടന ഉയർത്തിപ്പിടിച്ച് രാജ്യത്തിന്റെ വീണ്ടെടുപ്പിനായുള്ള പുതിയ മുന്നേറ്റങ്ങൾക്ക് സജ്ജമായിരിക്കുന്നു എന്ന സന്ദേശമാണ് ജനമുന്നേറ്റ യാത്രയ്ക്ക് ഐക്യദാർഢ്യവുമായി എത്തിയ ജനസഞ്ചയം വിളിച്ചോതുന്നത്. ഭരണഘടനയും ജനാധിപത്യവും ഫെഡറലിസവും ബഹുസ്വരതയും തിരിച്ചുപിടിക്കാൻ പുതിയ സമരകാഹളം ഉയർത്തിയാണ് സ്വീകരണ റാലിയും സമ്മേളനവും സമാപിച്ചത്. കഴിഞ്ഞ 14-ന് കാസർഗോഡ് ഉപ്പളയിൽ നിന്ന് ആരംഭിച്ച യാത്ര കണ്ണൂരും വയനാടും കോഴിക്കോടും മലപ്പുറവും പാലക്കാടും തൃശൂരും പിന്നിട്ടാണ് എറണാകുളം ജില്ലയിൽ പ്രവേശിച്ചത്. ശനിയാഴ്ച യാത്ര ഇടുക്കി ജില്ലയിലേക്ക് പ്രവേശിച്ചു.